Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാനിപ്പം ലൈവിലാണ് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ ലൈവായിട്ടൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വരാവുന്നതാണ്. ഓഫീസ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല 𝐾𝐸 സ്റ്റാൻഡ് അടുത്തായിട്ടാണ്, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഇതിൻ്റെ ക്ലാസ് തരുന്നതായിരിക്കും. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുവരാം. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് നിഫ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് മാർക്കറ്റ് റേറ്റ് 21,643. ഇതിനകത്തൊരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഡേ സെപ്പറേഷൻ ലൈൻ, അത് ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ അറിയിക്കുന്നതാണ്. ഇതിനകത്തൊരു ഗ്രീൻ കളറിലെ അപ്പാരോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അത് ബൈ ചെയ്യാനുള്ളതും. റെഡ് ഡൗൺ ആരോ സെല്ലിയാണ് ഇൻഡിക്കേഷനാണ്. അതായത് ബൈ സിഗ്നൽ വരുവാന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ളതും, സെൽ സിഗ്നൽ വരുന്നത് വെച്ചാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ് സോഫ്റ്റ്വെയർ തരുന്നത്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ നമുക്ക് അലേർട്ട് മെസ്സേജ്, ഇതുപോലെ അലേർട്ട് മെസ്സേജ് ഇൻഡിക്കേഷൻ തരും. ഇങ്ങനെ സിഗ്നൽ വന്നുള്ള നിഫ്റ്റിയിൽ ഇങ്ങനെ സിഗ്നൽ വന്നുള്ള. അതുപോലെ ഏറ്റവും മേളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി M5 എന്ന് വെച്ചാൽ ഇൻട്രാഡേ മിനിറ്റ് 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബൈ ആയിട്ട് 21,603. അതായത് നമുക്ക് കോൾ ഓപ്ഷന് ബൈ എന്ന് വെച്ചാൽ നമ്മൾ കോൾ ഓപ്ഷൻ പോകാനുള്ള ബൈ വന്ന് 21,603. അതായത് ഈ ഒരു പ്രൈസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതായത് അത് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നുണ്ട്, സ്ട്രൈക്ക് സെലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതനുസരിച്ച് ഏത് സ്ട്രൈക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇന്ദമണി ട്രേഡ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു 100-200 പോയിന്റ്, അപ്പോൾ നമുക്കധികം ചെറിയ പ്രീമിയത്തിൽ കിട്ടും. 21,603 നമുക്ക് ബൈ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 500 എടുക്കാം, അല്ലെങ്കിൽ 400, 600 അറ്റ് ദ മണി എടുക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ നമുക്ക് 700-800 എടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് യൂസ് ചെയ്തുള്ള ട്രേഡിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ട 21,600 അറ്റ് ദ മണിയിൽ 21,600 അല്ലെങ്കിൽ ഇൻ ദ മണിയിൽ 21,500 ആണെങ്കിൽ നമ്മുടെ ഇത് കണ്ടോ, ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിലെ ഡാറ്റാസാണ്. ഇതിനകത്ത് ഓപ്ഷൻ ചെയിൻ, ഇത് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ആണ്. ഇത് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ, ഫിൻ നിഫ്റ്റി ഓപ്ഷൻ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെന്നിട്ട് 21,500 ഇതുണ്ട്. NFWKC എന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ വീക്ക്ലി കോൾ ഓപ്ഷൻ ആണ്. അപ്പം ഇത് ഇപ്പോൾ എനിക്ക് വേണ്ടത് 21,500 ആണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് 21,600 കൂടെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ട് ഇവിടെ ഓപ്പൺ. ഇനിയിപ്പോൾ എനിക്ക് വേണ്ട 21,500 ആണെങ്കിൽ ഞാൻ ഇൻ ദ മണിയിലാണ് ഞാനത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ആഡ് ചെയ്യും. നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇത് പ്രീമിയം ചാർട്ടാണ്. അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ പ്രീമിയം ചാർട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും എവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യണം, എൻട്രി എക്സിറ്റ്. ഇതാണല്ലോ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ. അപ്പോൾ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബൈസികളുണ്ട്. അതായത് നമ്മളൊരു ഓപ്ഷൻ പെയർ ആയതുകൊണ്ട് നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്താലും ഇവിടെ നമുക്ക് കോളാണെങ്കിൽ പുട്ടാണെങ്കിൽ ഇതുപോലെ ബൈസിക്കിൾ കാണിക്കണം. ഇനി ഇവിടെ നിങ്ങൾ കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ സിഗ്നൽ കൺഫേം ആണെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. ബൈ കൺഫേം എന്ന് പറയുന്ന താഴത്തെ പ്രൈസ് എന്തായിരിക്കണം, ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതുപോലെ ഈ ആരോടെ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൈ വന്ന താഴത്തെ ബാർ ഇല്ലായിരുന്നു, കൺഫേം അല്ലായിരുന്നു, നോ പ്രോബ്ലം. കാരണം ഇവിടെ ഈ ഒരു കേസിൽ ഇതും ചെയ്തുകൊണ്ടോ റെഡ് സ്റ്റാർ എന്ന് വെച്ചാൽ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്താണ് ആ ബൈ വന്നിരിക്കുന്നത്. അപ്പം ചാൻസ് കൂടുതലാണ് കയറാനുള്ളത്. അപ്പോൾ നമുക്ക് താഴത്തെ ബാർ ഇല്ലെങ്കിലും പ്രൈസ് സോൺ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. നമുക്ക് കാണിച്ചു തന്ന സോഫ്റ്റ്വെയർ 21,500 ബൈ കാണിച്ചത് 103.75 എക്സിറ്റ് ലെവൽ 114, 122, 130, 70 3 ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് സോഫ്റ്റ് എടുത്ത ശേഷം ഇപ്പം നോക്കുകയാണെങ്കിൽ 43 പോയിന്റ് കയറി നിൽക്കുവാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ട്രേഡ് നമ്മുടെ ഫുൾ ട്രേഡ് കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ ഒരു ട്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത നമ്മൾ നിഫ്റ്റി എങ്ങോട്ടാണെന്ന് നോക്കണം. നിഫ്റ്റി ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു എന്താണ് താഴത്തോട്ടും ഇല്ല മേലോട്ടും ഇല്ല, അങ്ങോട്ടൊരു കറക്റ്റ് ഒരു ട്രെൻഡ് ഇല്ലാതെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷനിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അതിൻ്റെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നമുക്ക് കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് പോകുമ്പോൾ സെല്ല് വരും. അപ്പോൾ പിന്നെ പുട്ട് ഓപ്ഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. ഇതാണ് സോഫ്റ്റ്വെയർ, WinTrader സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ട നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയും കൂടെ കാണിച്ചു തരാം. ഏതാണെങ്കിലും നമ്മൾ അതിൻ്റെ മെയിൻ ചാർട്ടിനെ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് പോകണത്. ഇവിടെ നമുക്ക് കറക്റ്റ് എൻട്രി എക്സിറ്റ് ചെയ്യാനുള്ള ലെവൽസ് ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ പ്രീമിയം ചാർട്ട് വരുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, എൻട്രി ചെയ്യാനുള്ളത് എക്സിറ്റ് ലെവലൊക്കെ കിട്ടും. സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഉൾപ്പെടെ നമ്മൾ പ്രീമിയം ചാർട്ടിൽ കാണിച്ചിട്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞോളൂ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ലൈവായിട്ടൊരു പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ.